Hi, hello. Welcome to yet another video of Garage 51. നമ്മുടെ ഷോപ്പിൽ 2022 മോഡൽ ജെ സീരീസ് റീബോൺ ക്ലാസിക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബെൽറ്റ് ഡ്രൈവ് ആണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ബെൽറ്റ് ഡ്രൈവിൻ്റെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമർ തന്നെയാണ്. നല്ല ലോങ്ങും കാര്യങ്ങളൊക്കെ പോണ ആളാണ്. ആൾ റോളോണിൻ്റെ ബ്രാസ്കറ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ആൾക്ക് ആ ഒരു ലോങ് ഡിസ്റ്റൻസ് പോകുന്നോട്ട് ഏറ്റവും ബെറ്റർ ബെൽറ്റ് ഡ്രൈവ് ആണെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്തു. ആളത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഇതിൽ കമ്പനി ചെയിനായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റോളോണിൻ്റെ ബ്രാസ്കറ്റ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആൾക്ക് ഈ ചെയിനിൻ്റെ ലൂബിങ്ങും ക്ലീനിങ്ങും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുക. അതുപോലെ തന്നെ പിന്നെ ആ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത്യാവശ്യം യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് എം ടെക്നിക്സിൻ്റെ ബെൽറ്റ് ഡ്രൈവാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഷോപ്പിൽ നമ്മൾ എം ടെക്നിക്സിൻ്റെ ബെൽറ്റ് ഡ്രൈവ് മാത്രമാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എം ടെക്സിൻ്റെ ഹൈ പെർഫോമൻസ് ബെൽറ്റ് ഡ്രൈവാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെൽറ്റ് വരുന്നത് ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. ഇമ്പോർട്ടഡ് ആണ്. പിന്നെ ഇതിൽ കണ്ടില്ലേ ഒരു മാനുവൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വണ്ടിയുടെ കസ്റ്റമറിൻ്റെ പേര്, അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുന്ന ഡേറ്റ്, അതുപോലെ തന്നെ ഇനി എന്ന് ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഇതിൽ കൊടുക്കും. എങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ്, അതിൻ്റെ കിലോമീറ്റേഴ്സ് എങ്ങനെയാണ്, മൈലേജ് എങ്ങനെയാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഇതിൽ എഴുതിയിട്ട് നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ കൊടുക്കും. പിന്നെ ഇതിൽ എങ്ങനെയാണ് ആ ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു കാറ്റലോഗ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗേറ്റ്സിൻ്റെ ബെൽറ്റാണിത്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണുള്ളതാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്പേസറും വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ആ ഒരു ചെറിയ സ്പോക്കറ്റാണ്. അതുപോലെ തന്നെ നോർമലി വരുന്ന ആ ഒരു റിയറും വന്നിട്ടുണ്ട്. അപ്പോൾ നോർമലി എം ടെക്സിൻ്റെ ബെൽറ്റ് ഡ്രൈവിലെല്ലാം തന്നെ സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. പക്ഷേ ചിലതിൽ ഈ ഒരു സ്പേസർ ഉണ്ടാവാറില്ല. ചില വണ്ടികൾക്ക് മാത്രമാണ് നമുക്ക് സ്പേസർ വേണ്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ബോക്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബെൽറ്റ് ഡ്രൈവിൻ്റെ ആ ഒരു ബെൽറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് തുടങ്ങി. ഇതാണ് സ്പേസർ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ്. ഇത് നമ്മുടെ ജെ സീരീസ് വണ്ടിയിലെല്ലാത്തിനും ഈ ഒരു എം ടെക്സിൻ്റെ ബെൽറ്റ് ഡ്രൈവിൻ്റെ കൂടെ ഈ ഒരു സ്പേസർ വരും. അതേസമയം യൂസ് ആയിട്ടുള്ള വണ്ടികൾക്ക് ഇത് ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില വണ്ടികളിൽ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബെൽറ്റ്. ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതെല്ലാം പൗഡർ കോട്ടഡ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ ആ ചെറിയ പോക്കറ്റിൻ്റെ ഏരിയ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ നല്ല രീതിയിൽ തന്നെ ഡേർട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബെൽറ്റ് ഡ്രൈവിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 98% നമുക്ക് ഈ ഒരു ഡേർട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. കാരണം ലൂബിങ്ങും ക്ലീനിങ്ങും ചെയ്യുമ്പോൾ മാക്സിമം ഡേർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ പോക്കറ്റിൻ്റെ അവിടെ പോയിട്ടാണ് ഡെപ്പോസിറ്റ് ആവാറ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ബെറ്റർ ഓപ്ഷന് നമ്മൾ ഇത്രയും പ്രീമിയം വണ്ടിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് പ്രീമിയം ആ ഒരു ബെൽറ്റ് ഡ്രൈവിലോട്ട് പോകുന്നത് തന്നെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ചെറിയ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ വണ്ടിയിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ ഈ ബെൽറ്റ് ഡ്രൈവ് ഫിറ്റിങ് വരുമ്പോൾ. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്തത്. ഞാൻ മുന്നേ തന്നെ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീറ്റിയോറിൽ ഫിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നോർമൽ ബുള്ളറ്റിൽ ഫിറ്റ് ചെയ്യുന്ന ക്ലാസിക് 350ൽ ഫിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത് റീബോൺ ക്ലാസിക്കാണ്. എന്നാലും സെയിം ഫിറ്റിങ് തന്നെയാണ് കേട്ടോ വരിക. നമ്മൾ ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ അഴിച്ചു. ഇനിയിപ്പോൾ സിംഗാമൊക്കെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമ്മൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യും. ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ചെറിയ പോക്കറ്റിൻ്റെ ഫിറ്റിങ് വരുന്നത്. അപ്പോൾ സ്പേസർ നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ സ്പേസർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ചെറിയ പോക്കറ്റിലൂടെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലേയും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഡിസ്കും റിയറും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ടയറും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാട്ടോ ഇവിടുത്തെ വർക്ക് നോക്കുള്ളൂ. ഇതാണ് കേട്ടോ നമ്മൾ ആ പോക്കറ്റിൻ്റെ ആ ഒരു ക്യാപ്പല്ലേ, ക്യാപ്പിൽ നിന്ന് കിട്ടിയ മണ്ണും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ കസ്റ്റമറോട് പറയാണ്. അപ്പോൾ റോളോണ്ട് അതായത് നോർമൽ ചെയിനാണ്. അതിൽ ലൂബിങ്ങും ക്ലീനിങ്ങും ഒക്കെ വരുമ്പോൾ ഇത്ര അധികം ഡേർട്ട് ഡെപ്പോസിറ്റ് ആവുന്നുള്ളത്. ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് ആ കാര്യത്തിലൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ റിയറും ഡിസ്കൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. നോർമലി എല്ലാത്തിലും ഒരേ പ്രൊസീജിയേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തത്. നമ്മളിവിടെ
ഇതിൻ്റെ പഴയ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അഴിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ടയറും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചു. ടയറൊക്കെ പുതിയ ടയേഴ്സാണ് കേട്ടോ, റേസിൻ്റെ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്തതാണ്. നമ്മുടെ ഷോപ്പിൽ സ്ഥിരമായിട്ട് വരുന്നൊരു കസ്റ്റമറിൻ്റെ വണ്ടിയാണ് കേട്ടോ അത്. നമ്മൾ റിയറും അതുപോലെ തന്നെ ഡിസ്കും കാര്യങ്ങളൊക്കെ ടയറിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബെൽറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. ഞാൻ ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എപ്പോഴും സെയിം വീഡിയോ തന്നെ ആകുമ്പോൾ ബോറിങ് ആവേണ്ട പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ റീബോൺ ക്ലാസിക്കിന് നമ്മൾ ഈ ഒരു ബെൽ ഡ്രൈവ് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ വണ്ടിക്കും നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ബെൽ ഡ്രൈവ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടിക്കും നമ്മളിവിടെ ചെയ്ത് കൊടുക്കും. ബെൽ ഡ്രൈവിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ ക്ലീനിങ് ഒഴിവാക്കാം, ലൂബിങ് ഒഴിവാക്കാം. അതുപോലെ തന്നെ ആ ഒരു ചെയിനിൻ്റെ ആ ഒരു നോയ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ എം ടെക്നിക്സിൻ്റെ ബെൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഹൈ പെർഫോമൻസ് ആയിരിക്കും. പിന്നെ പില്ലിയണിൽ ഇരിക്കുന്ന ആൾ എത്ര ഹെവി ആണെങ്കിൽ നമുക്ക് ആ ഒരു ചെയിന് പൊട്ടുക അങ്ങനത്തെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഒരു 15,000 കിലോമീറ്ററിൽ ജസ്റ്റ് ബെൽറ്റ് തിരിച്ചിടുന്ന ഒരു മെയിൻ്റനൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ 2 വർഷമാണ് നമുക്കിതിന് വാറണ്ടി വരുന്നത്. അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബെൽറ്റിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ സ്പോക്കറ്റും റിയറൊക്കെ പൗഡർ കോട്ടഡ് ആണ്, ബ്ലാക്ക്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു ബെൽ ഡ്രൈവ്. നമ്മുടെ ഷോപ്പിൽ ബെൽ ഡ്രൈവിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 15,950 അതുപോലത്തെ ഫിറ്റിങ്ങിനൊരു 1,500 ആ റേഞ്ചിൽ വരും. അപ്പോൾ നമ്മുടെ ബെൽ ഡ്രൈവ് ഫിറ്റിംഗ് വീഡിയോ കഴിഞ്ഞു കേട്ടോ. നമ്മൾ വണ്ടി റാമ്പിൽ നിന്നൊക്കെ ഇറക്കി നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്ലേയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടി ഇപ്പം തന്നെ പോവും. ഇങ്ങനെയാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വന്നിട്ടുള്ളത്. നമ്മൾ പ്ലേയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്തു, വണ്ടി ടൈറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വണ്ടിക്ക് ജസ്റ്റ് ഒരു ഗ്രിപ്പും കൂടി ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇട്ടിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രിപ്പാണ്. അപ്പോൾ കൈ സ്ലിപ്പാവാതിരിക്കാനൊക്കെ നല്ല ഓപ്ഷനാണ്. നമ്മളിതിൽ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽ, പ്രൊഫൈൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. വണ്ടി നമ്പർ, അതുപോലെ തന്നെ കിലോമീറ്റർ ഇപ്പോൾ എത്രയാണ്, അങ്ങനെയുള്ളൊരു കാറ്റലോഗ് പോലത്തെ ബുക്കാണ്. അപ്പോൾ ഇത് ആൾ കയ്യിൽ വെക്കണം. അപ്പോഴാണ് നമുക്ക് പിന്നീട് വാറണ്ടി എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിറ്റ് ചെയ്ത ഡേറ്റും ഇനി എന്നാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളും അങ്ങനത്തെ ക്ലിയർ ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ എഴുതി കൊടുക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വരികയാണ് കേട്ടോ. അതായത് ബെൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് എങ്ങനെയുണ്ട്, ഓടിക്കാൻ നല്ല സ്മൂത്താണോ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോയതായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്ത് വന്നു, ഓക്കെ ആണ്. ഇനി നമ്മൾ കസ്റ്റമറിലേക്ക് കൊടുക്കും കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2022 മോഡൽ റീബോൺ ക്ലാസിക്കിലാണ് നമ്മൾ ബെൽ ഡ്രൈവ്, എം ടെക്നിക്സിൻ്റെ ബെൽ ഡ്രൈവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് എൻക്വയറീസും അതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വീഡിയോസ് കാര്യങ്ങളും കണ്ടിട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സും ബെൽ ഡ്രൈവിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണ്, ഇതുപോലെയൊക്കെ ബെൽ ഡ്രൈവ് ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ഒറ്റപ്പാലം, ഈസ്റ്റ് ഒറ്റപ്പാലത്താണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആരെങ്കിലുമൊക്കെ ബെൽ ഡ്രൈവ് റീബോണിൽ ഫിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഞാൻ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബെൽ ഡ്രൈവ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് കേട്ടോ ഞാൻ വീണ്ടും അതിനെ എടുക്കുന്നത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.